ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് എള്ളുണ്ട ഉണ്ടാക്കിയാലോ? കുട്ടികൾക്കെല്ലാം അവധിക്കാലത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമെന്നും പറയാം, നല്ലൊരു പ്രോട്ടീൻ അടങ്ങിയ നല്ലൊരു ഫുഡാണ്. അപ്പോൾ എള്ള് നമുക്ക് നല്ല എള്ള് നോക്കി വാങ്ങിക്കണം. മണ്ണൊക്കെ ഉള്ള അങ്ങനത്തെ രീതിയിലുള്ള എള്ളും ഉണ്ട്. അത് വേണമെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് മണ്ണ് അരിച്ചെടുക്കണം. അതല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ടുള്ള എള്ളുണ്ട്. ആ എള്ള് ജസ്റ്റ് ഒന്ന് കഴുകി കൊട്ടയിൽ ഒന്ന് വാർന്ന് വെള്ളം വാർന്ന് വയ്ക്കുക. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പം വെള്ളം വാർന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് ഒരു കട്ടിയുള്ള പാത്രത്തിൽ വറുത്തെടുക്കാം. ഇപ്പോൾ കരിഞ്ഞു പോകാതെ കൈ എടുക്കാതെ വറുത്തെടുത്താൽ മതി. ഒരുപാട് നേരമൊന്നും വേണ്ട. പെട്ടെന്ന് ഇത് എള്ളല്ലേ, ചെറിയൊരു സാധനമല്ലേ, അപ്പം പെട്ടെന്ന് വറുത്താവും. അപ്പം നമ്മൾ കടിക്കുമ്പോൾ ഒരുപാട് ചതഞ്ഞു പോകാത്ത രീതിയിൽ ആ രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതിയേ. അപ്പോൾ ജസ്റ്റ് ഞാനിതൊക്കെ വെള്ളം വാർത്തി നമുക്ക് കട്ടിയുള്ള പാത്രത്തിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര നമ്മൾ ആദ്യം എള്ള് നന്നായിട്ട് മിക്സി പൊടിച്ചെടുത്താൽ ഒന്നുകൂടെ പെട്ടെന്ന് പൊടിയും. ഞാൻ ആദ്യം ശർക്കര ഒന്ന് പൊടിച്ചെടുത്തായിരുന്നു. അപ്പം മണ്ണൊന്നും ഇല്ലാത്ത ടൈപ്പ് ശർക്കരയാണെങ്കിൽ ഒന്നുകൂടെ ബെസ്റ്റാണ്. അത് ശ്രദ്ധിച്ചോണേ. എന്നിട്ട് എള്ള് എല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരഞ്ഞ പോലെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഉണ്ട പിടിക്കാൻ എന്നാലേ പറ്റത്തുള്ളൂ. നല്ലപോലെ എള്ള് പൊടിഞ്ഞു വന്നില്ലെങ്കിൽ ഉണ്ട പിടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോവും. അപ്പോൾ എല്ലാം ഒന്ന് കുഴഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം എള്ള് നന്നായിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ശർക്കരയും കുറച്ച് തേങ്ങ നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി. അപ്പോൾ ഒരു കപ്പ് എള്ളിന് ഒരു 2-3 സ്പൂൺ അത്രയും മതി ഈ തേങ്ങ. അപ്പോൾ ഒരുപാട് തേങ്ങയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്ക് തേങ്ങ ആവശ്യത്തിന് ചേർക്കാം. അതുപോലെ തന്നെ ചിലവർ അരി പൊടിച്ച് വറുത്തൊക്കെ ഇതിൽ ചേർക്കും. അപ്പോൾ എള്ള് തനതായ രീതിയിൽ കഴിക്കണമെങ്കിൽ നമ്മൾ എള്ള് നന്നായിട്ട് ഇതുപോലെ വറുത്തിട്ട് ആദ്യം ഒന്ന് എള്ള് പൊടിച്ച് അതിന് ശേഷം ശർക്കരയും പൊടിച്ച് അതുപോലെ തന്നെ തേങ്ങയും ഒന്നിച്ച് തന്നെ ഇട്ട് അരച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ എള്ള് അരഞ്ഞ് കിട്ടാൻ കുറച്ച് താമസിക്കും. എനിക്ക് ആദ്യം അബദ്ധം പറ്റിയതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ചേർക്കണം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അതിനകത്ത് ഏലക്കാടയോ അങ്ങനത്തെ ഒരു ഫ്ലേവറിൻ്റെ ആവശ്യമില്ല. നമുക്ക് എള്ളിൻ്റെ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സിയിൽ നല്ലപോലെ കുഴഞ്ഞ രീതിയിൽ, അപ്പോൾ ശരിക്കും ഈ എള്ളിൻ്റെ എണ്ണ തെളിഞ്ഞു വരും. അതാണ് അതിൻ്റെ പരുവം കേട്ടോ. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും നല്ല ഉപയോഗപ്രദമായ വീഡിയോകളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാനിടാം. അപ്പോൾ ഇത് ഞാനെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. ഫുള്ളും എല്ലാ എള്ളും അരച്ചില്ല. എനിക്ക് അന്നേരം കഴിക്കാൻ ആവശ്യമായ എള്ളും തേങ്ങയും ശർക്കരയും കൂടെ അരച്ചെടുത്തു. നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. എള്ള് കൊണ്ടുവന്ന് കഴുകി നമുക്ക് ഉണക്കിയോ വറുത്തോ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം തേങ്ങയും ശർക്കരയും മിക്സിയിലൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ അത് അങ്ങനെ സൂക്ഷിക്കാം. അതല്ല എല്ലാം കൂടെ നമ്മൾ അരച്ചെടുത്താൽ തന്നെയും 2-3 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജില്ലാതെ പുറത്ത് തന്നെ നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ എന്തായാലും ഒരു 2-3 ദിവസം എന്തായാലും എള്ള് തേങ്ങയും കൂട്ടി ഇങ്ങനെ ഉണ്ടാക്കിയാൽ സൂക്ഷിക്കാൻ പറ്റും. ചീത്തയാകത്തില്ല. അതുപോലെ അതൊന്ന് ശ്രദ്ധിച്ചോണം. ഈ തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റിച്ചെടുത്താലും കുഴപ്പമില്ല. ഞാനങ്ങനെ സാദാ പച്ചത്തേങ്ങ തന്നെ ചേർത്തിട്ടും കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനെ നമ്മൾ ഉണ്ട പിടിച്ച് 2-3 ദിവസമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെച്ചിരുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കെല്ലാം ഇത് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്, മധുരമൊക്കെ ഉള്ള ഫുഡാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസവും ഹൈറും ബർക്കത്തും റിസ്ക്കും ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.